സ്നാക്സ് പോലീസുകാർ പറഞ്ഞു ഏത് വണ്ടിയാണ് അറിയാം അവിടെ ബാക്കില്ല. ഇത് കണ്ടാൽ ടെയിൽ ലാമ്പ് ഒന്നും മനസ്സിലാവുന്നില്ല. ഞാൻ കണ്ടിട്ടില്ല ഇത്. എന്റെ ആളിയാ അല്ലെങ്കിൽ ഒരു ക്ഷീണമോ ഒന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ. സത്യമായിട്ട് പറയാം, വണ്ടിനെ പൊക്കി പറയല്ലേ എനിക്ക്. Music on can, disco on can. ബാംഗ്ലൂർ പോണ വഴിയാണ്. ഇപ്പൊ ഒരു എത്ര മണിയാണ്? 8 മണിയാണ്. 8 മണിയാണ്. ഫുൾ ഫോഗ് എന്ന് പറഞ്ഞാൽ ഫുൾ ഫോഗ് കേട്ടോ. അത് അവിടെ കണ്ട റോഡ് പോലും കാണാൻ പറ്റണല്ലേ. അടിപൊളി. ചൂളം കുത്തിപ്പാടും കാറ്റിനൊപ്പം ചുറ്റിക്കാണാൻ ബാംഗ്ലൂർ. പൊട്ടിപ്പാറും പട്ടം പോലെ നാടും കൂടും വിട്ട കിളി പോലെ മതി മറന്നിനി പറക്കാനായി എന്തോ ഒരു പുതിയ വണ്ടി ഇറങ്ങാൻ പോണ വണ്ടിയാണ്. ഏതാണെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ കണ്ട ഫുള്ള് അവർക്ക് ഇത് കിട്ടാതിരിക്കാൻ വേണ്ടി ഫുള്ള് സ്റ്റിക്കറൊക്കെ ചെയ്തത്. ഏത് വണ്ടിയാണ് അറിയാം അവിടെ? ബാക്കില്ല. ഇത് കണ്ട ടെയിൽ ലാമ്പ് ഒന്നും മനസ്സിലാവുന്നില്ല. ഞാൻ കണ്ടിട്ടില്ല. എന്റെ ആളിയാ എന്തായാലും അതിന്റെ ബോഡി കൊള്ളാണ്. ഇതിലൂടെ അതൊരു ടെയിൽ ലാമ്പൊക്കെ ഒരു വേറെ രീതിക്ക് മനസ്സിലാവുന്നില്ല. ഏത് EV ആണോ? എല്ലാം ഇലക്ട്രോണിക് അല്ല, ഇലക്ട്രിക് വണ്ടി ഉണ്ടാവും. എന്തോ ഒരു കീയുടെ വല്ല വണ്ടിയാണോ എനിക്ക് ഡൗട്ട് ഉണ്ട്. ഗൈസ്, ഇത് ഏത് വണ്ടിയാണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ പ്ലീസ് കമന്റ് ഇടുക. അങ്ങനെ ഗൈസ്, നമ്മൾ കുറെ നാൾക്ക് ശേഷം അങ്ങനെ ട്രിപ്പ് വന്നിരിക്കുകയാണ് ഇൻ ബാംഗ്ലൂർ. സത്യം പറഞ്ഞാൽ കുറെ നാളായിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുവായിരുന്നു എവിടെയെങ്കിലും ട്രിപ്പ് പോകുന്നത്. കാരണം ഏകദേശം ഇപ്പോൾ 1 വർഷം കണ്ട് ആയിട്ടുണ്ട് കേട്ടോ. ട്രിപ്പ് പോയിട്ട് ക്രിസ്മസിന് പോകാൻ പ്ലാൻ ചെയ്ത് നടന്നില്ല. അതുപോലെ തന്നെ ന്യൂ ഇയറിന് പ്ലാൻ ചെയ്ത് അതും നടന്നില്ല. പിന്നെ ലാസ്റ്റ് ഇന്നലെ എല്ലാവരും കൂടെ എങ്ങനെ കണ്ടൊക്കെ ഞങ്ങൾ സ്പോട്ടിൽ പ്ലാൻ ഇട്ട് നേരെ പാതിരാത്രി 1 മണിക്ക് അവിടെ നിന്ന് തിരിച്ച് ഇവിടെ ഒരു 11 മണിയായപ്പോൾ എത്തി. ഏകദേശം ഒരു 10 മണിക്കൂർ കൊണ്ട് നമ്മൾ നമ്മുടെ ബെൻസ് വിട്ടറി വന്ന്. അതും നമ്മുടെ ബെൻസിൽ ആദ്യമായിട്ടാണ് ഇത്ര ലോങ് ഞാൻ വരുന്നത് കേട്ടോ. നമ്മുടെ ബെൻസ് വിട്ടറാണെങ്കിലും ആദ്യമായിട്ടാണ് വന്നത്. എന്തായാലും അടിപൊളിയായിരുന്നു ഗൈസ്. വേറെ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ചെറിയൊരു നടുവേന, ഒരു മുഷിപ്പ, അല്ലെങ്കിൽ ഒരു മടുപ്പ, അല്ലെങ്കിൽ ഒരു ക്ഷീണമോ ഒന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ. സത്യമായിട്ട് പറയാം, വണ്ടിനെ പൊക്കി പറയല്ലേ എനിക്ക് ഒരു തളർച്ച അങ്ങനത്തെ ഒരു സീനേ ഇല്ല. അടിപൊളി കംഫോർട്ട് എന്ന് പറഞ്ഞാൽ സൂപ്പർ കംഫോർട്ടായിരുന്നു. അതുപോലെ തന്നെ നല്ല മൈലേജ് നമുക്ക് ഈ വണ്ടി കിട്ടി കേട്ടോ. ദാറ്റ് ഈസ് മൈലേജ് നമുക്ക് ഈ വണ്ടി തന്നു കേട്ടോ. ബെൻസ് വിട്ടാ ലവ് യു ബ്രോ. അപ്പൊ ഗൈസ്, ഞങ്ങൾ ബാംഗ്ലൂരിൽ നിൽക്കുന്ന പ്ലേസ് എന്ന് പറഞ്ഞാൽ HSR ലേഔട്ട് ആണ്. ഇതെന്ന് പറഞ്ഞാൽ ടോപ്പ് ഇന്ത്യൻ സ്റ്റാർട്ടപ്സിന്റെ ഹൗസ് എന്നാണ് പറയുന്നത്. ലൈക്ക് ഉഡാൻ, മൈഗേറ്റ്, വേഫിക്സ്, ക്യൂർഫിറ്റ് ആൻഡ് മെനി അതേഴ്സ് ഗൈസ്. അതുകൊണ്ട് തന്നെ ഇതൊരു കണ്ടംപററി ലിവിംഗ് സ്പേസ് ആയി മാറി എന്ന് വേണമെങ്കിലും പറയാം. ഞങ്ങൾ നിൽക്കണമെന്ന് പറഞ്ഞാൽ ഈ ഒരു അപ്പാർട്ട്മെന്റ് ഏറ്റവും മുകളിലത്തെ ഫ്ലോറിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഗൈസ്, ഞങ്ങളുടെ ക്ലോസ് ഫ്രണ്ടായ രാഹുലിന്റെ അപ്പാർട്ട്മെന്റ് ആണ്. അവൻ ഇവിടെ ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യണം. ഓൾസോ നമ്മുടെ പണ്ടത്തെ ബ്ലോഗ്സ് ഒക്കെ ഷൂട്ട് ചെയ്തിട്ടിരുന്ന അവനായിരുന്നു കേട്ടോ. അപ്പൊ ഗൈസ്, ഇതാണ് നമ്മൾ താമസിക്കുന്ന കൂട്ടുകാരൻ്റെ ഫ്ലാറ്റിന്റെ പൊക്കത്തെ ഒരു ഏരിയ കേട്ടോ. രാവിലെ ഉച്ചക്കൊന്നും ഇവിടെ ആരും ഒന്നും കാണത്തൊന്നുമില്ല. എല്ലാവരും ജോലിക്ക് പോയിരിക്കും. വൈകുന്നേരം ആകുമ്പോൾ ഇവിടെ വരത്തുള്ളൂ. പിന്നെ ഇവിടെ വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ തണുപ്പാണെന്ന്. വെയിലത്ത് നമുക്കൊരു കുളിരണ ഫീല് നമുക്ക് ചെറുതായിട്ട് കിട്ടുന്നുണ്ട് ഇവിടെ. നൈസാണ്. ഭയങ്കര ചൂടായിട്ട് പോകുന്നില്ല. ഈ റൂമിനകത്താണെങ്കിൽ AC ഇല്ല ആക്ച്വലി. പക്ഷേ AC ആവശ്യമില്ല. AC ഉള്ള പോലെ അല്ല, ഭയങ്കര തണുപ്പ്. അപ്പം അതിൻ്റെ റൂം ടൂർ ജസ്റ്റ് കാണിച്ചു തരാം. ഞങ്ങളുടെ ഷൂ കാര്യങ്ങളൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട്. അപ്പം ലെഫ്റ്റ് സൈഡ് നോക്കുവാണെങ്കിൽ ദേ ഗോകുൽ അവൻ്റെ ഗേൾ ഫ്രണ്ടുമായിട്ട് അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തോടാ സംസാരിക്കണം? മാരേജ് മാറ്റേഴ്സ്? നോ, ഞങ്ങൾ ബാംഗ്ലൂർ മാറ്റേഴ്സ്. ബാംഗ്ലൂർ മാറ്റേഴ്സ്. ആർ യു സ്റ്റിൽ ആ ഒരു ഫ്രഷ്നസ് ഫീൽ ചെയ്യുന്നുണ്ടോ നിന്റെ ലെവലിൽ? ഓ പൊളിയടാ. ഹാപ്പി ഫോർ യു. ഓക്കെ. പിന്നെ അടുത്ത റൂം
ഈ റൂം നോക്കുമ്പോൾ സൂര്യാണ് ഇവിടെ കിടക്കുക. ഇവിടെ സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞേ, സബ്സ്ക്രൈബ് ചെയ്യാൻ പറ സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് പറഞ്ഞു. അതെ ഗൈസ്, അപ്പൊ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം, സൂര്യാണൻ പറഞ്ഞാണ്. പിന്നെ അഭിലാഷ് ബാത്റൂമിൽ കയറിയിട്ട് 1 മണിക്കൂറായി, എന്താണ് പരിപാടി എന്ന് അറിയത്തില്ല. പിന്നെ ഈ ഫ്ലാറ്റിന്റെ ഓണർ അവൻ ജോലിക്ക് പോയിരിക്കുകയാണ്, അവൻ വന്നിട്ടില്ല. രാഹുൽ നിങ്ങൾക്ക് അറിയാം, എന്റെ ക്യാമറയ്ക്ക് അല്ലിക്കൊണ്ടിരുന്നവനായിരുന്നു. ഇത് അവന്റെ കിച്ചണാണ്. അവൻ അരിയൊക്കെ ഇന്ന് ഉണ്ടാക്കാന്ന് പറഞ്ഞ ചോറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പോകാന്ന് പറഞ്ഞു. ഞാൻ വേണ്ട കുഴപ്പമില്ല, ഞങ്ങൾ വന്നിട്ട് കിടന്ന് ഉറങ്ങണമെന്ന് പറഞ്ഞ് ഇത്തിരി കിടന്ന് ഉറങ്ങിയിട്ടാണ് ഇപ്പോൾ ഇരിക്കണം. ഇനി എന്തെങ്കിലും സ്വിഗ്ഗി ഓർഡർ ചെയ്യണം. പിന്നെ വൈകുന്നേരം ആവുമ്പോൾ പുറത്ത് പോകണം. ഇപ്പൊ ഭയങ്കര വെയിലാണ്, പക്ഷെ വെയിലാണെങ്കിൽ വലിയ സീനൊന്നും ഇല്ല, തണുപ്പാണ് ഇവിടെ ഭയങ്കര. അപ്പൊ ഇതാണ് നമ്മുടെ റൂമും കാര്യങ്ങളും. ഗൈസ് നമ്മളിപ്പോ ഒരു ഗെയിം കളിച്ചോണ്ടിരിക്കുകയാണ്. ഇപ്പൊ എനിക്ക് ചിലപ്പോ പൈസ കിട്ടും, നോക്കട്ടെ. കമോൺ കമോൺ, പറന്നു പോ. ഗൈസ്, അയ്യോ കട്ടിലൊരു ഒടിഞ്ഞു തോന്നും. 14,000 രൂപ കേട്ടോ. അയ്യോ കട്ടിലൊടിഞ്ഞെന്ന് തോന്നുന്നു. എന്റെ ഫ്രണ്ട് കട്ടിലാണ്. ഓക്കെ എന്നാലും ഗൈസ് ഇന്ന് നമുക്ക് 14 ഇന്ന് നമുക്ക് ഒരു 16 ഇട്ട് നോക്കാം. ഓക്കെ പറക്ക് ഇത്രൂടാ. ഈ സൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ക്രൈസി സൈറ്റാണ്. 16 ഇട്ടിട്ട് 20,000 രൂപ കിട്ടി. പൊളി. ഈ സൈറ്റിനകത്ത് നേരത്തെ ഞാൻ 500 രൂപ ഡെപ്പോസിറ്റ് ചെയ്ത്, പക്ഷെ എനിക്ക് കളിക്കാൻ കിട്ടിയ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 2,500 രൂപ. എന്താണെന്ന് വെച്ചാൽ 500 rupees ബോണസ്. ലിറ്ററലി 10 times. അതുകൊണ്ട് തന്നെ ഈ ഒരു വെബ്സൈറ്റ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. വെബ്സൈറ്റിന്റെ പേരെന്ന് പറഞ്ഞാൽ OneWin. ഇതിനകത്ത് നമുക്ക് കുറെ ബോണസുകളോടെ കുറെ ഗെയിം കളിച്ച് കുറെ പൈസ ഉണ്ടാക്കാൻ പറ്റും ഇതിനകത്ത്. പിന്നെ ഇതിന് ഇന്റർനാഷണൽ ലൈസൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഭയങ്കര ട്രസ്റ്റ് വർത്തിയാണ്. പക്ഷെ എന്ന് പറഞ്ഞ് നിങ്ങൾ കുറെ പൈസ ഇട്ട് കളിക്കണം, കാരണം പൈസ പോകാനും ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് കുറെ പൈസ ഇട്ട് കളിക്കലും സൂക്ഷിച്ച് കണ്ടൊക്കെ കളിക്കണം. പിന്നെ രജിസ്ട്രേഷന്റെ കാര്യം പറയുകയാണെങ്കിൽ ലൈറ്റ്നിങ് ഫാസ്റ്റ് ആണ്, ടക്കെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ദേ ഗോട്ട് കസ്റ്റമർ കെയർ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെയിൽ ചെയ്യാം അല്ലെങ്കിൽ കോൾ ചെയ്യാം. കുറെ ഓപ്ഷൻസ് ഉണ്ട്, അവരെ ഹെൽപ്പ് ചെയ്യാൻ 24/7 നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ ഡെപ്പോസിറ്റും കാര്യങ്ങളൊക്കെ ഭയങ്കര സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ എന്തായാലും ഒബ്വിയസ്ലി യു ഗൈസ് നീഡ് ടു ട്രൈ ഇറ്റ് എന്ന് ഞാൻ പറയുന്നു. അതുപോലെ തന്നെ ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിൾ പേ യൂസ് ചെയ്യാം, പേടിഎം യൂസ് ചെയ്യാം. ലിറ്ററലി എവിടെ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് പൈസ കാര്യങ്ങളൊക്കെ ഡെപ്പോസിറ്റ് ചെയ്ത് കുറെ പൈസ ഉണ്ടാകും. അപ്പൊ നിങ്ങൾ വേണ്ടി ഇത്രയല്ല, എന്റെ കമന്റ് സെക്ഷനിൽ ഞാൻ ലിങ്ക് എടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ബോണസും കാര്യങ്ങളൊക്കെ എടുത്തോ, കുറെ പൈസ ഉണ്ടാക്കിയെന്നേ ഞാൻ പറയത്തുള്ളൂ. ലവ് യു ഗൈസ്. അപ്പൊ ഇനി എന്റെ പേടിഎം ബാലൻസ് കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. നോക്കിയേ. അപ്പൊ നമ്മളെ റൂമിന്റെ പുറത്തോട്ട് ഇറങ്ങി ചുമ്മാ ഇവിടെ നിന്ന് ചുറ്റാൻ ഇറങ്ങി ഞാൻ ഇവിടെ റോഡിൽ നിന്ന് ഒരു സലൂൺ നോക്കി നടക്കുമായിരുന്നു, താടി ഒന്ന് സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതേ നമ്മുടെ ബ്രോ എൻ്റെ സബ്സ്ക്രൈബറാണ് രണ്ടുപേരും. അപ്പോൾ എന്നെ വിളിച്ചും ബ്രോ വീഡിയോസ് കാണാറുണ്ട്, ഫാനാണെന്നൊക്കെ പറഞ്ഞു. ഫാനൊന്നും ഒരിക്കലും ആകണമെന്ന് പറയല്ലേ, എൻ്റെ വീഡിയോസ് കണ്ട് ചങ്ക് ബടിയായാൽ മതി. ഓക്കെ, എൻ്റെ പേര് അജയ് ആണ്. അജയ് പാലക്കാടാണ്. ബ്രോ ശ്രീനാഥ്, ഞാൻ പാലക്കാട്. അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞു ബ്രോ ഇങ്ങോട്ട് വാ, ഒരു ചായ കുടിക്കാൻ വാന്ന് പറഞ്ഞാൽ എന്നെ ഇങ്ങോട്ട് വിളിച്ചു. അപ്പോൾ ഇവിടെ വന്നു വെച്ചും ഞാൻ ഇങ്ങനെ ഇവരോട് സംസാരിക്കുമായിരുന്നു. അപ്പോൾ ഇവരെന്തോ ഒരു ബിസിനസ് എന്തോ സ്റ്റാർട്ട് ചെയ്യുകയാണല്ലോ ബ്രോ. എന്തോ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുത്തേ. കൈൻഡ് ഓഫ് ഹെൽത്തി ഷേക്സ് ആൻഡ് ഹെൽത്തി ചായയാണ് നമ്മുടെ കയ്യിലുള്ളത്. ഒരു ഷേക്ക് തന്നെ 10 ഐറ്റം ആഡ് ചെയ്തിട്ടാണ് ഒരു പരിപാടി കൊണ്ടുവരുന്നത്. ഗൈസ്, നമ്മൾ മലയാളികൾ തന്നെ മലയാളികളൊക്കെ ഹെൽപ്പ് ചെയ്യണം. എന്തായാലും ഞാൻ ഇവിടെ വന്നപ്പോൾ എന്തായാലും ഇവരൊരു സംഭവം സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ എന്തായാലും എനിക്കൊന്ന് നിങ്ങളൊന്ന് കാണിച്ചു തരണമെന്ന് തോന്നി. ഓക്കെ, അപ്പോൾ ബ്രോ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു. അതായത് നമ്മുടെ ഒരു ഷേക്ക് തന്നെ ഈ 10 ഐറ്റം ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് ചിയാ സീഡ്, ഫ്ലാക്സ് സീഡ്, ആൽമണ്ട്, ഡേറ്റ്സ്, വേ പ്രോട്ടീൻ, ഇതെല്ലാം കൂടെ കംപ്ലീറ്റ്ലി ഒരു ഷേക്കായിട്ട് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഇതിൽ ആഡ് ഓൺ ആയിട്ട് നമുക്ക് ക്രിയേറ്റ്, അതായത് ഈ വർക്കൗട്ട് ഒക്കെ ചെയ്യണവര്, നന്നായിട്ട് ഗെയിംസ് കളിക്കുന്നവർക്ക് 5 gram ക്രിയേറ്റിൻ ഡെയിലി എടുക്കുന്നത് നല്ലതാണ്. ചുമ്മാ കഴിച്ചാൽ ഇല്ല, ചുമ്മാ പിള്ളേർക്ക് കഴിക്കാൻ പറ്റുമോ? ആർക്കും വേണമെങ്കിൽ കഴിക്കാതെ. അതാണ് നമ്മൾ ആഡ് ഓൺ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്, വേണ്ടവർക്ക്. ഇത് ചോക്ലേറ്റ് ഫ്ലേവർ ആണ്. അതായത് ഈ സെയിം ഷേക്കിന്റെ ഒരു ചോക്ലേറ്റ് ആയിട്ടൊരു ബ്ലെൻഡ് ഫ്ലേവർ ആണ് ബാറ്റ്മാൻ ചോക്ലേറ്റ്. ബാറ്റ്മാൻ, സ്പൈഡി വാനില, സെയിം വാനില ഫ്ലേവർ. പിന്നെ നമ്മുടെ ശക്തിമാൻ ചായ്. ഇതിൽ മെയിൻ ആയിട്ട് എന്താ വെച്ചാൽ 5 gram അശ്വഗന്ധ ഒരു ഗ്ലാസ് ചായയിൽ ആഡ് ആവുന്നുണ്ട്. അശ്വഗന്ധ ഇപ്പൊ ഭയങ്കരമായിട്ടുള്ള ഇത്ര സാധനം ഉണ്ട്. ഇത് കുറെ പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത് ഇത്ര സാധനം ഈ ചായക്കകത്ത് ആഡ് ചെയ്യും. അതുപോലെ തന്നെ സൂപ്പർമാൻ ചാറ്റ് ഉണ്ട്, വണ്ടർ വുമൺ. ഡീടോക്സ് ആണ്, അതായത് നമുക്ക് സ്റ്റൊമക് ക്ലിയറിന് പിന്നെ ഗ്യാസ്ട്രിക് ക്ലിയറൻസ് അതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഡ്രിങ്ക് ആണ്. അതിൽ തന്നെ 2 ഫ്ലേവർ, പൈനാപ്പിൾ ഫ്ലേവറിൽ ടാനോസ് ഡീടോക്സ്, പിന്നെ വാട്ടർ മിലൺ ഫ്ലേവറിൽ വണ്ടർ വുമൺ. പിന്നെ നമ്മൾ ഷുഗർ ആഡ് ചെയ്യില്ല, ഷുഗറിന് പകരം പെപ്പറും പിങ്ക് സോൾട്ടും ആണ് ആഡ് ചെയ്യുന്നത്. ഒരു പെപ്പർ സോൾട്ട് കോമ്പിനേഷനിലാണ് ഇതെല്ലാം. ഇതാണ് ഷോപ്പ്, ഇതാണ് ഞങ്ങളുടെ കിച്ചൺ. മെറ്റാ ഹ്യൂമൻ എന്നും പറയാണ്. ബ്രോ ഈ സ്ഥലത്തിന് പേരെന്തായിരുന്നു? ഇത് പറങ്കിപ്പാളയം. ഞാൻ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് എന്റെ കൂട്ടുകാരുടെ ഫ്ലാറ്റിലോട്ടാണ് വന്നത്. സത്യം പറഞ്ഞ ഈ സ്ഥലത്തിന്റെ പേര് എനിക്ക് അറിയത്തില്ല. ഞാൻ പറഞ്ഞു നിങ്ങളുടെ കട എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. പറങ്കിപ്പാളയം എന്നുള്ള ആ സ്ഥലത്ത് വരുവാണെങ്കിൽ ഇതാണ് ഇവരുടെ കട. എന്തായാലും ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്ക്, അടിപൊളിയാണെന്ന് തോന്നുന്നു.
അപ്പൊ ഗൈസ് ഇതാണ് ശക്തിവൻ ചായ. ഇതാണ് ശക്തിവൻ ചായ. ഗൈസ് ഒരു വെറൈറ്റി ചായയാണ്. എന്തായാലും നിങ്ങൾ സമയം കിട്ടുവാണെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ അടുത്തുള്ളവരാണെങ്കിൽ എന്തായാലും ചുമ്മാ ട്രൈ ചെയ്തേക്ക്. എന്തായാലും നമ്മൾ ബ്രൗൺ ഷുഗർ ആഡ് ചെയ്യില്ല. ബ്രൗൺ ഷുഗർ കൊക്കയിലൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഗൈസ് ബ്രൗൺ ഷുഗർ ഒക്കെ കുടിക്കണമെങ്കിൽ ഇങ്ങോട്ട് വന്നേക്കാം. അപ്പൊ ഗൈസ് നമ്മളെന്തായാലും ചുമ്മാ രാത്രി രാവിലെ ഞങ്ങളെ കൊണ്ട് വെച്ച് ബാംഗ്ലൂരത്തെ എവിടെയാണ് കോരമംഗലല്ലേ? കോരമംഗലം ഇവിടെ കുറെ പബ്സും ക്ലബ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങോട്ട് ചുമ്മാ ഇറങ്ങിയിരിക്കുകയാണ്. വണ്ടി അവിടെ ഒരു സ്ഥലത്ത് പാർക്കിംഗ് സ്ഥലമൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് അവിടെ ഇട്ടിട്ട് ചുമ്മാ ഒന്ന് നൈറ്റ് എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങിയാണ്. ആക്ച്വലി ഇന്ന് പോകണ്ടെന്ന് വിചാരിച്ചാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ബ്രോ നമുക്ക് ചുമ്മാ ഒന്ന് ഇവിടെ കറങ്ങാന്ന് പറഞ്ഞാൽ ഇന്ന് നാളെ രാവിലെ നമ്മൾ എവിടെയെങ്കിലും പോകില്ല. നമ്മൾ പോകും. അങ്ങനെ കഴിച്ച് നമ്മൾ ഹാപ്പനിങ് പ്ലേസ് ആയ കോരമംഗല എത്തിയിരിക്കുകയാണ്. ഇവിടെ കുറെ ക്ലബ്സും പബ്സും ഒക്കെ ഉണ്ട്. അങ്ങോട്ടും ഇനി ഫുൾ അതാ കേട്ടാ. ഓ ചിരിയൊക്കെ നോക്കി. Music on can, disco on can, DJ on can, slowly. Music on can, disco on can, DJ on can, slowly. Party, let's together party. Cutie, baby, let's together party. Naughty, me wanta chala naughty. Come on baby, let's get dirty. Bang, 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 oh. Rara brother, super weather, let's relax and rock. Sing song, ping pong, ding ding dong dong ding dong. Yen cheyalo chese tamika only right and nothing wrong. Music on can, disco on can, DJ on can, slowly. ഇവിടെ പേശാൻ ഒച്ചേട്ടാ പാർട്ടി അവിടെ ഇവിടെയൊക്കെ നടന്നോണ്ടിരിക്കുക. കണ്ട ഇവിടെയൊക്കെ ഫുള്ള് നടക്കും. കേറാൻ തോന്നുന്നുണ്ട്. ഇവിടെ കേറാം. ഇവരൊക്കെ ഒരു ചാഞ്ചാട്ടം ഇല്ലേ ചെറുതായിട്ട്. ആൾക്കാരെ കണ്ടപ്പോ ക്രൗഡൊക്കെ കണ്ടപ്പോ ഒരു ചെറിയൊരു സൂര്യാണ്ട പറയാ വാ കേറാന്ന്. ഫ്രീ എൻട്രി. ഗായ്സ് നമുക്ക് ഇവിടെ വന്നപ്പോ ഒരു സബ്സ്ക്രൈബറിനെ കിട്ടി. ഇവന്റെ ബ്രോ എന്റെ വീഡിയോ കാണുമെന്നാ പറയുന്ന. ബ്രോയുടെ പേരെന്തുവാ? നിന്റെ ബ്രോയുടെ പേരെന്തുവാ? എന്റെ ബ്രോന്റെ പേര് സിയ പെർഫെക്റ്റ്. ലവ് യു ബ്രോ. എന്റെ വീഡിയോസ് ഇനി കണ്ടൊക്കെ കാണാം. പിന്നെ ഇവന് എന്റെ ഒരു സബ്സ്ക്രൈബർ ആണ്. ഞങ്ങൾ ഇവിടെ ചുമ്മാ ഇറങ്ങി നടക്കുവായിരുന്നു. അപ്പൊ നമ്മുടെ കണ്ട സബ്സ്ക്രൈബറുമായ പറഞ്ഞു ബ്രോ ഇത് ചുമ്മാ കയറിയിട്ട് പോകാൻ പറഞ്ഞു. അപ്പൊ എന്തായാലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചുമ്മാ കയറിയിട്ട് ഞങ്ങൾ പോയാക്കുവാണ്. ഞങ്ങൾ ഓൾറെഡി പറഞ്ഞത് പോകാൻ പ്ലാനില്ലായിരുന്നു. എന്തായാലും ചെറുക്കൻ പറഞ്ഞ കേരള അങ്ങനെ ഞങ്ങൾ ആ പബ്ബിൽ നേരെ ഇറങ്ങി. സത്യം പറഞ്ഞാൽ ഒന്നും കുടിച്ചോ കഴിച്ചോ ഒന്നും ഇല്ല കേട്ടോ. നമ്മൾ നേരെ ഇറങ്ങി അവിടെ ജസ്റ്റ് ഒന്ന് കണ്ട് കുറച്ച് ഡാൻസൊക്കെ കണ്ടിട്ട് നേരെ ഇറങ്ങി. ഇപ്പൊ വീണ്ടും അങ്ങോട്ട് പോകാനുള്ള ഇനി അവിടെ വല്ലതും ഉണ്ടായിരുന്നു പറഞ്ഞാല്. ഞാൻ കുറച്ച് നാളെ ഇവിടെ വന്നിട്ട് അവിടെ ഒരു നൈസ് ഒരു പ്ലേസ് ഉണ്ടെന്ന് പറയാനായിട്ട് ചുമ്മാ രാത്രി കറങ്ങി നടക്കും. നല്ല രസമില്ലേ? അങ്ങനെ ഗൈസ് കോരമംഗലം ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. നൈറ്റ് ഇവിടെ മൊത്തത്തിൽ കറങ്ങി. ഇനി അടുത്തത് നമ്മൾ MG റോഡിലോട്ടാണ് പോകാൻ പോകണം. അവിടെ പോയി ചായ കുടിക്കാന്നാണ് ഇവൻ പറയുന്നത്. അവിടെ എന്തുണ്ടാ? ആക്ച്വലി ഇവിടെയൊക്കെ പോയിട്ടുണ്ടെന്ന് തോന്നാം. പക്ഷെ ഇത് ഓർമ്മയിട്ട് ഈ സ്ഥലത്തിന്റെ പേരൊന്നും അറിയാൻ പറ്റില്ല. ഇവിടെയൊക്കെ ബാംഗ്ലൂർ വരുമ്പോൾ എപ്പോഴും കിടന്ന് കറങ്ങും. പക്ഷെ ഈ സ്ഥലം ഏതാണെന്ന് അറിയാൻ പറ്റില്ല. വലിയ ക്രൗഡ് ഒന്നുമില്ല. അതൊരു ആളൊഴിഞ്ഞ് ആക്ച്വലി സ്നാക്സ് പോലീസുകാർ പറഞ്ഞു മൊബൈൽ ഇങ്ങനെ പോക്കറ്റ് വെക്കണം. താങ്ക്സ് ബ്രോ. ഗൈസ് ആ റോഡിൽ നിന്ന് പോലീസുകാരാണ് നമ്മളോട് പറഞ്ഞത് മൊബൈൽ ഇവിടെ ഇങ്ങനെ പൊക്കി വെച്ചുകൊണ്ട് വ്ളോഗ് ചെയ്തുകൊണ്ട് പോകല്ലോ. കാരണം എന്താണെന്ന് വെച്ചാൽ വല്ലവരും വന്നു വെച്ചും സ്നാച്ച് ചെയ്തുകൊണ്ട് ഓടിക്കളയും. കള്ളന്മാരൊക്കെ വന്നു വെച്ചാൽ ഫോൺ എന്താണ് തട്ടിപ്പറിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമ്മളിവിടെ 3G അടിച്ചിരിക്കും. അതാണ് അവർ പറഞ്ഞത്. ഫോൺ ഇങ്ങനെ വെച്ചിട്ട് പോകല്ലോ ഒന്ന്. അങ്ങനെ ഗൈസ് ഞങ്ങൾ MG റോഡിൽ വന്നിട്ട് ഇവിടെ 12 മണി കഴിഞ്ഞുകൊണ്ടാണെന്ന് തോന്നുന്നു ആരുമില്ല ഗൈസ്. അതുകൊണ്ട് ഞങ്ങൾ ഫുഡ് വാങ്ങി നേരെ തിരിച്ചു എൻ്റെ ഫ്ലാറ്റിലോട്ട് പോവുകയാണ് കുട്ടികളെ. പോടാ പോവാം. പോവാം ബോയ്സ്.